പത്തനംതിട്ട ചിറ്റാറിലെ ആദിവാസി യുവാവ് സന്ദീപിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. സംഭവത്തിൽ 3 പേർ പിടിയിലായി. സംഭവത്തിൽ സന്ദീപിന്റെ പെൺസുഹൃത്തിനും ബന്ധുക്കൾക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സന്ദീപിന്റെ പിതാവ് സദാനന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട്. യുവതിയുടെ ബന്ധുക്കൾ മകനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് സദാനന്ദൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അവർക്ക് വണ്ടിയൊക്കെ ഉള്ളവരാണ്. വണ്ടിയൊക്കെ വന്ന് അടിച്ചതാണെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. അവരെ അവിടെ വെച്ച് പലരും കണ്ടവരുണ്ട്. അതുപോലെ ശരീരത്തിൽ മുറിവില്ലെങ്കിലും പാടുകളൊക്കെ കണ്ടുവന്നിടത്തുണ്ട്. ചിറ്റാറിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇന്നലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സന്ദീപിന്റെ അച്ഛൻ ഇപ്പോൾ സദാനന്ദൻ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയായിരുന്നു ഈ സംഭവം ഇന്നലെ? സംഭവം അവിടെ ഒരു 2 പിള്ളേരും ഒരു കെട്ടിയനുള്ള ഒരു സ്ത്രീയുമായിട്ട് സന്ദീപ് എന്ന് പറയുന്ന ആള് ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. അവർ കൊടുക്ക വാങ്ങൽ അതിൻ്റെ കാര്യം ഇവർ കൊടുക്ക വാങ്ങൽ എന്താ പറഞ്ഞ് 2-3 ഒരു 10-20 ദിവസം മുമ്പേ ഈ സന്ദീപ് അവളെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അത് ഭാര്യയാണോ അതോ? ഭാര്യയല്ല, സുഹൃത്ത്, പെൺസുഹൃത്ത്. പിന്നെ അടിക്കുകയൊക്കെ ചെയ്തു. അത് കേസ് പോലീസ് സ്റ്റേഷനിൽ തീർത്തായിരുന്നു. കേസ് അവർ കൊടുത്ത് അവർക്ക് കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി അവളെ അച്ഛൻ 1-2-3 പേരെ കൊണ്ട് ഞങ്ങൾ കണ്ടില്ല. ഇന്നലെ രാത്രി വന്നവൻ സന്ധ്യയ്ക്ക് 7 മണിയൊക്കെ ആയി കാണും. 7 മണിക്ക് കിഴക്കോട്ട് പോയപ്പോൾ അവർക്ക് വണ്ടിയൊക്കെ ഉള്ളവരാണ്. വണ്ടിയൊക്കെ വന്ന് അടിച്ചതാണെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. അവരെ അവിടെ വെച്ച് പലരും കണ്ടവരുണ്ട്. അതുപോലെ ശരീരത്തിൽ മുറിവില്ലെങ്കിലും പാടുകളൊക്കെ കണ്ടുവന്നിടത്തുണ്ട്. തലയ്ക്കും. ഈ സന്ദീപിനെ അവസാനമായിട്ട് അച്ഛൻ എപ്പോഴാണ് കാണുന്നത്? ഞാൻ കാണാൻ ഒരു 7 മണി 6-6:30-7 മണിയൊക്കെ ആയി കാണും. എവിടെ വെച്ചാ കാണുന്നത്? ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ഈ അവശനിലയിൽ എവിടെ വെച്ചാ കാണുന്നത്? തൊട്ടടുത്ത് ഒരു 200 മീറ്റർ അകലത്തിൽ ഒരു വീടിന്റെ വലിയൊരു കുഴി കിടക്കുന്നതാണ് കാണുന്നത്. അവസാനമായി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അടുത്ത് താമസിക്കുന്ന ഒരു റെഞ്ചു എന്ന് പറയുന്ന ആളാവന്ന് ഞങ്ങളോട് പറഞ്ഞു. അവനെ അവിടെ കിടപ്പുണ്ട്, അവനെ ആശുപത്രി കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞു. 2 പേര് അതിലെ കയറി പോകുന്നെന്നും പറഞ്ഞു. അവൻ കണ്ടെന്ന് പറഞ്ഞു. ആളിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെന്ന് റെഞ്ചൂടെ കൂടിയായി എടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. ഞങ്ങൾ ഇവിടുത്തെ പോലീസുകാരും വന്നു. അവിടെ വെച്ചാൽ മരിച്ചായിരുന്നു. വെള്ളം കുടിച്ച് വെള്ളം ഞങ്ങൾ കൊടുത്തപ്പോൾ ആദ്യം വെള്ളം കുടിച്ചായിരുന്നു കിടന്നിടത്തു. പോലീസിൽ എന്തെങ്കിലും പരാതി വല്ലതും കൊടുക്കുന്നുണ്ടോ? കൊടുത്തു. പരാതി ഇന്നലെ കൊടുത്ത പോലീസ് ആദ്യം 2 പ്രതികളെ പിടിച്ചെന്നും ഇന്നലെ പറഞ്ഞു. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ കൗൺസിലർ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും കൊണ്ട് കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.